ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമികയെ പടിയടച്ച് പിണ്ഡം വെച്ച് എല്ലാവരും സ്വസ്ഥതയും സമാധാനവുമായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അനി ഭയങ്കര സന്തോഷത്തിലാണ്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാർമയൊക്കെ ഒഴിഞ്ഞു പോയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ. ആ സമയത്താണ് ജലജയും ജാനകിയും കൂടെ അനിയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അനിയെ കാണാൻ വന്നപ്പോൾ അനിയെ കടിച്ച് തിന്നാൻ ഭാഗത്തിനാണ് ജാനകി അപ്പോഴും സംസാരിക്കുന്നത്. എൻ്റെ മരുമകളെ ഞാൻ കൊണ്ടുവരുവടാ എന്നും പറഞ്ഞുകൊണ്ടാണ് ജാനകി അനിയുടെ മുന്നിൽ സംസാരിക്കുന്നത്. ഇതൊക്കെ കേട്ടപ്പോൾ അനി അന്തം വിട്ടിങ്ങനെ നിൽക്കുക. അവൾ ചെയ്തതൊന്നും അമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ പറയുന്നതെന്ന് അനി പറയുമ്പോൾ, എൻ്റെ മരുമോളെ താറടിച്ച് കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഡിസൈൻ ചെയ്യുന്നവൾ ഉണ്ടാക്കിയ കഥകളാണിതെന്നും ഈ കഥകളൊന്നും കേട്ട് ഞാൻ എൻ്റെ മരുമകളെ വെറുക്കാനോ അകറ്റി നിർത്താനോ പോകുന്നില്ലടാന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം എത്ര അനുഭവിച്ചാലും അമ്മ പഠിക്കില്ല എന്നൊക്കെ പറയുന്ന നമ്മുടെ അനിയോട് ജലജ ചാടി കയറി ചോദിക്കുകയാണ്, എന്താടാ അനാമിക മോളുടെ ഭാഗത്തുള്ള തെറ്റ്? നീയല്ലേ അനാമിക മോളെ ചൊടിപ്പിച്ചതും അനാമിക മോളുടെ ആ ഒരു രീതിയിലേക്ക് ആക്കി മാറ്റിയതും? വിവാഹം കഴിഞ്ഞ് മറ്റു പെണ്ണുങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ ഏതു ഭാര്യയ്ക്കാണ് അത് സഹിക്കാൻ കഴിയുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജലജ അന്നേരം ചോദിക്കാം. അവളുമാര് കളിക്കുന്നതേ ആ നയനയെന്ന് പറയുന്നവളും നവിയെന്ന് പറയുന്നവളും കളിക്കുന്നത് അവളുമാർക്ക് ഇവിടെ എല്ലാ ഇതും വേണം, ഇതോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കാട്ടായെല്ലാം കാട്ടിക്കൊടുക്കുന്നത്. അതും മനസ്സിലാക്കാതെ നീ നിൻ്റെ ജീവിതം തന്നെയല്ലേടാ പൊട്ടാ കളയുന്നതെന്നും ചോദിച്ചുകൊണ്ട് അനിയോട് ഇങ്ങനെ പറയുമ്പോൾ, ആരാരുടെ ജീവിതമാണ് കളയുന്നതെന്നൊക്കെ പിന്നീട് എല്ലാവർക്കും മനസ്സിലായിക്കോളും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനാമികയെ വേണ്ട. അനാമിക ചെയ്ത ഓരോ തെറ്റും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും അവളെപ്പറ്റി എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടെന്ന് പറഞ്ഞു. ഓഹോ, ഇതെന്താ വെള്ളരിക്കാ പട്ടണോ? എന്താ അനന്തപുരി തറവാട്ടിൽ കനകയുടെ മക്കൾക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? വേറൊരു പെൺകുട്ടികൾക്കും ജീവിക്കണ്ടേ? നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്നൊക്കെ എനിക്കറിയാം. പതുക്കെ നന്ദു എന്ന് പറയുന്നവളെയും കൂടി ഇങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുവരാനല്ലേ എന്ന് ചോദിച്ച് ജലജ വലിയ ആളാകുമ്പം, നീ ഒരു കാര്യം മനസ്സിൽ കുറിച്ചിട്ടോ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നന്ദു എന്ന് പറയുന്നവൾ ഈ അനന്തപുരി തറവാടിൻ്റെ പടി ചവിട്ടില്ല. എൻ്റെ ശവത്തിൽ ചവിട്ടിയേ നീ അവളെ ഇവിടെ കൊണ്ടുവരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജാനകി പറയാം. ജാനകി വെറും വാക്കു പറയുന്നതല്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോയി. ജലജയും ആ പുറകെ അങ്ങ് പോയി. അനി വീണ്ടും ധർമ്മസങ്കടത്തിലായി. എൻ്റെ പൊന്നോ, അത് പോയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ലല്ലോ എന്നുള്ളൊരിതിൽ. ഇത് കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ ദേവയാനിയും ജയനും ആദർശും ഒക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക. നയനെല്ലാവരും ഉണ്ട്. ഇനിയെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും രഹസ്യങ്ങൾ മനസ്സിൽ ആരെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തുറന്നു പറയണം. നിങ്ങളെല്ലാവരും ഈ രഹസ്യങ്ങളൊക്കെ മനസ്സിൽ ഒളിപ്പിച്ചിങ്ങനെ കൊണ്ടു നടക്കുന്നതാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾക്ക് കാരണം ഒരുക്കിയിരിക്കുന്നതെന്നൊക്കെ പറയാം മുത്തശ്ശൻ. വേണ്ടുന്ന തീരുമാനങ്ങൾ വേണ്ടുന്ന സമയത്ത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഭവിഷ്യത്തുകൾ ഉണ്ടാകും എന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. ഇനി അനാമിക എന്ന് പറയുന്ന വിഷവിത്ത് നമ്മുടെ അനിയുടെ ജീവിതത്തിൽ വേണ്ട. മാത്രമല്ല അനന്തപുരി തറവാട്ടിലും അങ്ങനെ ഒരു മരുമകളെ വേണ്ട. പിന്നെ അനിക്ക് പറ്റിയൊരു പെൺകുട്ടിയെ നിങ്ങൾ തന്നെ കണ്ടെത്തണമെന്ന് മാതൃശ്ശനോടും നയനയോടും പറയാം. ഇനി സ്വന്തം അനിയന് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടെത്തുമ്പോൾ അവളുടെ കുടുംബവും അവളുടെ പശ്ചാത്തലവും സാഹചര്യങ്ങളും എല്ലാം മനസ്സിലാക്കി അവനും നമ്മുടെ കുടുംബത്തിനും യോജിക്കുന്ന ഒരു ബന്ധം മാത്രമേ അവന് വേണ്ടി കൊണ്ടുവരാൻ പാടുള്ളൂ. ഒന്നിനും ഒരു എടുത്തുചാട്ടവും ഉണ്ടാകരുത് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശം നയനെ ഇങ്ങനെ നോക്കുവാണ്. അപ്പം ഇനിയിപ്പോൾ പെട്ടെന്നൊരു വിവാഹത്തിന് അവൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ലല്ലോ അച്ഛാ എന്ന് പറയുമ്പോൾ, പെട്ടെന്ന് വിവാഹം വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അനാമികയുമായിട്ടുള്ള ബന്ധം പിരിയാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ അതെല്ലാം മുത്തശ്ശൻ ഇവരോട് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കൊടുത്തു. അതെല്ലാം കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവർ അംഗീകരിക്കാനും തയ്യാറാവുകയാണ്. അപ്പോൾ എനിക്ക് പറ്റുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെത്താം. അനന്തപുരി തറവാടിൻ്റെ അന്തസ്സ് ഉയർത്തി കാണിക്കുന്ന ഒരു ബന്ധം തന്നെ ആയിരിക്കണം അത് എന്നുള്ള ഇതിൽ ഇവരിങ്ങനെ സംസാരിക്കുകയും ചെയ്തു കേട്ടോ. ഇതെല്ലാം ജലജ അപ്പുറം നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ജലജ ഇതെല്ലാം കേട്ടിട്ട് 1-9 നേരെ വിട്ടു പിടിക്കുകയാണ് അഭിയുടെ മുന്നിലേക്ക്. എടാ അഭി, എന്താ അമ്മേ നീ ഇവിടെ കയറി ഇങ്ങനെ ഇരുന്നു? അവിടുത്തെ ചർച്ച വല്ലതും നീ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്ത് ചർച്ച? എനിക്ക് വേറെ പെണ്ണിനെ ആലോചിക്കാൻ പോവും അവർ. ആ പൊക്കാറങ്ങി തിരിഞ്ഞു പോയാൽ അനാമിക പുറത്ത്. ഈ അനന്തപുരി തറവാടിൻ്റെ വേരിളക്കാൻ അനാമികയെ കൊണ്ട് എടാ പറ്റുള്ളൂ. വേറെ ഒരു പെണ്ണിനെ കൊണ്ടും അത് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അനാമികയെ എത്രത്തോളം ചൊടിപ്പിക്കാമോ അത്രത്തോളം ചൊടിപ്പിച്ച് തന്നെ നമ്മൾ കാര്യങ്ങൾ നേടണം. അവളിലൂടെ വേണം നമ്മൾക്ക് നേടിയെടുക്കാനുള്ള സകല കാര്യങ്ങളും നമ്മൾ നേടിയെടുക്കാനെന്നും പറഞ്ഞ് ജലജ ഇങ്ങനെ മകന് പറഞ്ഞു കൊടുക്കുക. നമ്മളിപ്പോഴാണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതെന്നും നമ്മൾ ഒതുങ്ങി മാറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നും പറഞ്ഞ്
പറയൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളും ഇതെല്ലാം അവിടെ ഇങ്ങനെ അമ്മയും മോനും കൂടെ പ്ലാൻ ചെയ്യുന്നു. എന്തായാലും നീ അനാമികയെ ഉടനെ തന്നെ കാണണം. അനാമികയെ ഉടനെ കണ്ടിട്ട് അനാമികയോട് തന്നെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനും നീ പറയണം. പുറം ലോകം അനന്തപുര തറവാടിൻ്റെ മഹത്വം അറിയണമെന്നും അനന്തപുരി തറവാട്ടിലെ ആദർശധീരനായ ആദർശ് എന്ന കൊച്ചുമകൻ്റെ സ്വഭാവ സവിശേഷതയും ലോകം ചുറ്റണമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ജലജ പറഞ്ഞു കൊടുക്കുക. അതിന് നീ പോയി അനാമിയെ കാണണം, അവളെ ചൊടിപ്പിക്കണമെന്നും പറഞ്ഞു. അത് ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ച കാര്യമാണമ്മേ. ഇനി ആരും തല ഉയർത്തിപ്പിടിച്ച് അനന്തപുര തറവാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത്. അത് ഈ അഭിയുടെയും കൂടി വാശിയാണ്. ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ല. ആദർശിൻ്റെ മുഖം മൂടി ഞാൻ വലിച്ച് കീറും എന്നൊക്കെ പറഞ്ഞ് അഭി ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ സംസാരിക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവിടെ ഗോവിന്ദനും കനകയും നന്ദുവും ഒക്കെ അറിഞ്ഞു. അങ്ങനെ ഗോവിന്ദനും കനകയ്ക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു ടെൻഷൻ. ഇനിയിപ്പോൾ അടുത്ത മാരണം എന്താണോ ഇവരുടെ തലയ്ക്ക് ഭിന്തേ വരുന്നതെന്നുള്ള ഒരു പേടിയാണ് ഇവർക്ക്. അപ്പോൾ കനക ഗോവിന്ദേട്ടനോട് പറയുകയാണ്, അനാമികയെ പുറത്താക്കിയതോടുകൂടി അവൾ ചുമ്മാ ഇരിക്കുമെന്ന് തോന്നുന്നില്ല ഗോവിന്ദേട്ട. അവൾ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറയുമ്പോൾ പിന്നെ അതിൽ സംശയമുണ്ടോ? അനന്തപുരിക്കാരോട് അത്രയ്ക്ക് പകയായിട്ടായിരിക്കും അവളും അവളുടെ അച്ഛനും അമ്മയും അവിടെ നിന്ന് പോയിട്ടുണ്ടാവുക. അവർ തീർച്ചയായും എന്തെങ്കിലുമൊക്കെ ദുരന്തം ആ കുടുംബത്തിന് വരുത്താനുള്ള ശ്രമങ്ങളെല്ലാം നടത്തുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ചന്തുമോളുടെ കാര്യമൊക്കെ പുറലോകത്തെ അറിയിക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്നും ഗോവിന്ദേട്ടൻ പറയാം. അപ്പോഴാണ് നന്ദു അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദു വന്നു കഴിഞ്ഞപ്പം എന്താ ഇവിടെ ഒരു ചർച്ചയെന്ന് ചോദിച്ചു. അത് പിന്നെ മോളെ അനന്തപുരിയിൽ നിന്ന് അനാമികയെ പുറത്താക്കിയെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും നന്ദു ഒന്നും ഞെട്ടി. പുറത്താക്കേ? ദേവയാനിക്ക് പാലിൽ വിഷം കലർത്തി കൊടുത്തത് അനാമികയും അനാമികയുടെ അമ്മയും കൂടിയാണെന്നുള്ള കാര്യം അവിടെ അനന്തമൂർത്തി സാർ അറിഞ്ഞു. സാർ അറിഞ്ഞതോടുകൂടി കാര്യങ്ങളെല്ലാം ഭയങ്കര വിഷയമായി. അവളെ വിളിച്ചു വരുത്തി അവളെയും അതുപോലെ അച്ഛനെയും അമ്മയെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു. അവൾക്ക് സ്വർണം കൊടുക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത് അനിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെന്ന് മുത്തച്ഛനോട് പറഞ്ഞതെന്ന കാര്യമെല്ലാം കനക ഇങ്ങനെ നന്ദുവിനോട് പറയുക. ഇതൊക്കെ കേട്ട് നന്ദു അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും കാര്യത്തിനൊരു തീരുമാനമായിരുന്നു നന്ദുവിന് മനസ്സിലായി. അപ്പോൾ നന്ദു ഇങ്ങനെ നിന്ന് ആലോചിക്കുന്നത് കണ്ടപ്പോഴത്തേന് കനകം പറയാം, അതേ അമ്മയ്ക്ക് ഒരു അപേക്ഷ എൻ്റെ മോളോടുള്ളൂ. അവിടെ നിന്ന് അനാമിക പുറത്ത് പോയി എന്ന് കരുതി ഒരിക്കലും നിൻ്റെ മനസ്സിലേക്ക് ആവശ്യമില്ലാത്ത ചിന്തകളും കാര്യങ്ങളൊന്നും കടന്നു വരരുത് കേട്ടോ. അങ്ങനെ വരുന്നത് വളരെ വളരെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് പറയുമ്പോൾ, അമ്മേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞില്ലേ, ഞാൻ പറയുന്നത് എന്താ നിങ്ങളാരും വിശ്വസിക്കാത്തത്? അനാമിക എനിക്ക് ചേരാത്തൊരു പെണ്ണ് തന്നെയാണ്. മാത്രമല്ല അനന്തപുരി തറവാടിൻ്റെ നാശം കാണാൻ വേണ്ടിയിട്ടും അവിടുത്തെ സ്വത്തുക്കൾ കണ്ടിട്ടുമാണ് അവൾ അങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരിക്കലും ആ വീടിൻ്റെ ഒരു നല്ല മരുമകളാകാനോ അല്ലെങ്കിൽ അനിയക്ക് നല്ലൊരു ഭാര്യയാകാനോ സാധിക്കില്ല. അതെനിക്ക് നിങ്ങളെക്കാളും മറ്റാരേക്കാളും നന്നായി അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഉള്ളപ്പോൾ അവൾ എന്നാണെങ്കിലും പുറത്തു പോകുമെന്നുള്ളതും എനിക്കറിയാമായിരുന്നു. പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെന്നെ ഇങ്ങനെ സംശയിക്കുന്നതാണ് എനിക്ക് സങ്കടമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് സംശയിക്കാതെ നിവർത്തിയില്ലല്ലോ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും ആ സമയത്ത് നമ്മുടെ കനകമൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും അമ്മയൊന്നും പേടിക്കുന്നത് പോലെ ഒന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് നന്ദു അങ്ങകത്തേക്ക് കയറിപ്പോയി. ആ സമയത്ത് എന്നാലും എൻ്റെ ഉള്ളിലൊരു പേടിയാണ് ഗോവിന്ദേട്ടാ. ആ തിരുമേനി പറഞ്ഞത് ഇപ്പോഴും എൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ കറങ്ങുകയാണെന്ന് പറയുമ്പോൾ എല്ലാം വരുന്നത് പോലെ വരട്ടെ കനകയെന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദേട്ടൻ അവിടെ നിൽക്കുക കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്യാം എന്നുള്ളതല്ലാതെ മറ്റൊന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്നും ഗോവിന്ദേട്ടൻ കനകയോട് ചോദിച്ചു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആദർശം നയനയും കൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നു. എന്തായാലും എനിക്ക് മറ്റൊരു പെണ്ണിനെ കണ്ടെത്തണമെന്ന് മുത്തശ്ശൻ പറഞ്ഞെങ്കിലും ഒരിക്കലും മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ അനി തയ്യാറാവില്ല. അനാമിക പോയ സ്ഥിതിക്ക് എനിക്കിനി നന്ദുവിലേക്ക് എത്തിച്ചേരാൻ എളുപ്പമാണ് എന്നുള്ളൊരിതാണ് അനി കാണുന്നതെന്നൊക്കെ പറഞ്ഞു. അതൊരിക്കലും നടക്കാൻ പാടില്ല ആദർശേട്ടാ. എനിക്ക് മറ്റൊരു പെണ്ണിനെ നമ്മൾ കണ്ടെത്തി കൊടുക്കണം. ഈ കുടുംബത്തിന് യോജിക്കുന്ന ഒരു പെൺകുട്ടിയെ, അനിയെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ നമ്മൾ അനിക്ക് വേണ്ടി തേടി കണ്ടെത്തണമെന്നും ഒരിക്കലും അനിയുടെ ജീവിതത്തിലേക്ക് നന്ദു വരാൻ പാടില്ല എന്നും പറയുവാണ്. നന്ദുവും അനിയും ഒന്നിച്ചാൽ ഇനിയും വലിയ വലിയ ദുരന്തങ്ങൾ നമ്മൾ കാണേണ്ടി വരുമെന്നും ഈ കുടുംബത്തിനകത്ത് സംഭവിക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇക്കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇതേ സമയത്ത് അനാമികയും അച്ഛനും അമ്മയും കൂടെ വീട്ടിൽ ചെന്നിരുന്നിട്ട് ഭയങ്കര കലിപ്പ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ ഇങ്ങനെ പറയുക. എന്നാലും അവൻ അത്രയും വലിയൊരു ചതി ചെയ്യുമോ നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ നിൽക്കുന്നു. ഇഷ്ടംപോലെ സ്വർണം കിട്ടുമെന്നൊക്കെ വിചാരിച്ചതാ, എല്ലാം പോയെന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പം അവന് കിട്ടിയ അവസരം നന്നായിട്ട് തന്നെ അവൻ ഉപയോഗിച്ചതാമേ. അല്ലെങ്കിൽ പിന്നെ അവൻ ചെന്ന് ആ കിളവനോട് അത് പറയുമോ?
അവൻ എങ്ങനെയെങ്കിലും അവൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നെ പുറത്താക്കണമായിരുന്നു. അതിന് കിട്ടിയ അവസരമാണ് അവൻ ഉപയോഗിച്ചത്. പക്ഷെ അവനെ ഞാൻ വെറുതെ വിടില്ല. അവൻ എന്നെ ഒഴിവാക്കിയിട്ട് നന്ദുവിനെ കെട്ടാവെന്നുള്ളത് അവൻ്റെ വെറും വ്യാമോഹം മാത്രമാണെന്നും പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ പറയണു. അപ്പോൾ എന്നാലും എൻ്റെ വേണുവേട്ടാ, നമ്മൾ ആഗ്രഹിച്ചതൊന്നും നടക്കില്ലെന്നാണ് തോന്നണത്. ഈശ്വര, ഇനി നമ്മൾ എങ്ങനെ കടം വീട്ടും? പലിശക്കാരോടും കടക്കാരോടും നമ്മൾ ഇനി എന്തു പറയും? ഇനി ഒരിക്കലും അനന്തപുരി തറവാട്ടിലേക്ക് നമ്മുടെ മകൾക്ക് കയറി ചെല്ലാൻ പറ്റില്ല. ഇവളോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞതാ, പ്രശ്നങ്ങളെല്ലാം ആകുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ കുറേശ്ശെ തട്ടിയെടുക്കാൻ. അതിനൊന്നും ഇവള് കാര്യമായിട്ട് ശ്രമിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മകളെ കുറ്റപ്പെടുത്തുമ്പോഴത്തേക്കും, ഞാൻ അവിടെ നിന്നെങ്കിലേ നിന്നതിനുള്ളതും കൊണ്ടാണ് ഞാൻ വന്നത്, അല്ലാതെ ഒന്നും ഇല്ലാതെ ഒന്നുമല്ല വന്നത്. അമ്മ അവസരത്തിനൊത്ത് വർത്താനം പറയരുതെന്നും പറഞ്ഞുകൊണ്ട് മകൾ പറഞ്ഞു. അന്നേരം നിങ്ങൾ ചുമ്മാ വഴക്കുണ്ടാക്കാതിരിക്കുക രേവതി മോളെ, നീ ഇപ്പോഴും നിയമപരമായിട്ട് അനിയുടെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ നിയമപരമായി നിനക്ക് ചില അവകാശങ്ങളുണ്ട് ആ തറവാട്ടിൽ. ആ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ പോരാടണം. ആ അവകാശങ്ങൾ നമ്മൾ നേടിയെടുത്തേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അത് തീർച്ചയായിട്ടും നമ്മളത് നേടിയെടുക്കണമെന്നും പറഞ്ഞ് അങ്ങനെ രേവതിയും മോളോട് പറയുന്നു. അങ്ങനെ ഇവറ്റകൾ മൂന്നും കൂടി അവിടെ നിന്ന് പല പ്ലാനും ഗൂഢാലോചനകളും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്താണ് അബിയുടെ കോള് അനാമികയുടെ നമ്പറിലേക്ക് വരുന്നത്. അയാളാണ് വിളിക്കുന്നത്. അബി, നീ എടുക്കും മോളെ, എന്തായാലും അനന്തപുരി തറവാടിനെതിരുള്ളൊരു ബോംബ് അവൻ്റെ കയ്യിൽ എന്തായാലും ഉണ്ട്, നീ എടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും കൂടെ മോളെ കൊണ്ട് എടുത്തു. അപ്പോൾ ഹലോ അബിയേട്ടാ, അനാമികെ നീ ഇത് എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ വീട്ടിൽ, അല്ല ഞാൻ എവിടെ പോകാനാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. എന്തിനാ അബിയേട്ടാ, എന്തെങ്കിലും കോംപ്രമൈസും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നുമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ട്. ഞാൻ നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, നിനക്കൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വരാമെന്ന് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് മോളോട് പറയാം. ഞാൻ വരാം, എങ്ങോട്ടാണ് വരണ്ടേന്ന് ചോദിച്ചു. വരേണ്ട സ്ഥലവും പറഞ്ഞു. അങ്ങനെ ശരി അബിയേട്ടാ ഞാൻ എത്തിയേക്കാമെന്ന് പറഞ്ഞു ഫോൺ പുള്ളിക്കാരി അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും മോളും കൂടി എന്താവും പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. മോൾ ഉറപ്പായിട്ടും അവനെ പോയി കാണണം. കാരണം അനന്തപുരി തറവാട് നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തൻ അവനും അവൻ്റെ അമ്മയും ആണെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പോയിന്റ് നമുക്ക് അവനിൽ നിന്ന് കിട്ടാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ അനന്തപുരി തറവാടിനെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ കിളവിക്കും പണി കൊടുക്കാനായിട്ട് അവൻ്റെ കൂടെ തന്നെ നമ്മൾ നിൽക്കണം. അവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എളുപ്പമാണ് അനന്തപുരിക്കിട്ട് പണി കൊടുക്കാനായിട്ട്. നീ ധൈര്യമായിട്ട് ചെല്ല്, നീ ചെന്ന് അവനെ കണ്ട് സംസാരിക്കുക, അവൻ എന്താ പറയാനുള്ളതെന്ന് കേൾക്കാവല്ലോ എന്ന് പറഞ്ഞു. മൂർഖനെയാണ് ചവിട്ടി വിട്ടിരിക്കുന്നതെന്ന് അനന്തമൂർത്തിയും കുടുംബവും അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അവിടെ നമ്മുടെ വേണുച്ചേട്ടൻ. അങ്ങനതെ അതും കഴിഞ്ഞ് അനാമിക നേരെ അബിയെ കാണാനായിട്ട് വന്നു. അബിയാണെങ്കിൽ അനാമികയെ വെയിറ്റ് ചെയ്ത് അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. അനാമിക വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്താണ് അബിയേട്ടാ കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിച്ചു. നിനക്ക് ഓർക്കാപ്പുറത്തൊരടി കിട്ടിയല്ലേ അനാമികയെന്ന് ചോദിച്ചു. ഓർക്കാപ്പുറത്തൊന്നുമല്ല, ഞാനത് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. പക്ഷേ ഇത്ര പെട്ടെന്നത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് അനാമിക പറയുന്നു. എന്തായാലും ഇത് അവിടെയുള്ള എല്ലാവരും കൂടെ ചേർന്നുള്ളൊരു ഗൂഢാലോചനയാണ്. എനിക്കിതേ വേറെ പെണ്ണിനെ ആലോചിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അനാമിക ഇങ്ങനെ നോക്കി. അവൻ ആരെ കെട്ടിയാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ നന്ദു എന്ന് പറയുന്നവളെ അനന്തപുരി തറവാട്ടിലേക്ക് ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ അതിന് സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഒക്കെ. എടി അനാമികെ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ സമയത്ത് ഇങ്ങനെയല്ല നീ സംസാരിക്കേണ്ടത്. നിന്റെ ജീവിതം തകർത്ത, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിന് യാതൊരു വിലയും തരാതെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് കളഞ്ഞ അനന്തപുരിക്കാരെ തകർക്കാൻ കിട്ടുന്ന ഒരു അവസരമാണിത്. അത് ഒരു കാരണവശാലും നീ പാഴാക്കരുത്. നിന്റെ വാക്കിനും നിന്റെ പ്രവൃത്തിക്കും വാളിൻ്റെ മൂർച്ചയാണുള്ളതെന്നൊക്കെ പറഞ്ഞു. അനന്തപുരി തറവാട്ടിലെ ഉള്ളവരുടെയും അനന്തമൂർത്തി എന്ന് പറയുന്ന മഹാരാജാവിൻ്റെയും തനി നിറം എന്താണെന്ന് പുറം ലോകത്തെ നീ അറിയിക്കണം. നീ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ലോകം മുഴുവനും നിന്റെ കൂടെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ നമ്മുടെ അഭി ഇങ്ങനെ ചൊടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാട്ടെ. എരിവ് കയറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ വാക്ക് അഭി പറയുമ്പോഴേക്കും 10 അടി പൊങ്ങിയാണ് അനാമിക ഇങ്ങനെ നിൽക്കുന്നത്. അനന്തപുരിയെ തീർക്കുക, അനന്തപുരിയെ തകർക്കുക, അനന്തപുരിയുടെ അടിവേര് തോണ്ടുക, ഇതൊക്കെയാണ് അവരുടെ രണ്ടുപേരുടെയും ലക്ഷ്യം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പറഞ്ഞു അനന്തപുരിയിലുള്ള എല്ലാവർക്കും കുറ്റമായി കഴിഞ്ഞു. എന്തായാലും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അനാമിക പറയുവാണ്, ഇനി എൻ്റെ ജീവിതത്തിൽ അനന്തപുരിയുടെ തകർച്ചയാണ് ലക്ഷ്യമെന്നും ആ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും സമൂഹത്തിന് മുന്നിൽ ഞാൻ നാണം കെടുത്തും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. എൻ്റെ പകരം ഞാൻ അങ്ങനെ വീട്ടുമെന്നും അനിയെന്ന് പറയുന്നവനെയും
അനന്തപൂർത്തി എന്ന് പറയുന്ന ആളെയും ഒന്നും ഞാൻ വെറുതെ വിടില്ല, നയനക്കെട്ട് ഞാൻ പണി കൊടുത്തിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ രോക്ഷം കൊണ്ടുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുവാട്ടെ ഈ അനാമിക. എന്തായാലും അനന്തപുരി തറവാടിൻ്റെ വേരിളക്കാൻ വേണ്ടി അല്ലെങ്കിൽ അടിവേര് തോണ്ടാൻ വേണ്ടി ഇറങ്ങിയതാണ് രണ്ടും കൂടി. പക്ഷേ 8ൻ്റെ പണി 2 വരുമെന്നുള്ള കാര്യം ഒരു സംശയമില്ല. അവർ ഊതിയാൽ പറന്നു പോകുന്ന ഒരു വലിയ സാമ്രാജ്യമാണ് അനന്തപുരിയും അല്ലെങ്കിൽ മൂർത്തി ജ്വല്ലറിയും എന്ന് വിചാരിച്ച അഭിക്കും അനാമികയ്ക്കൊക്കെ തെറ്റിപ്പോകും. കാരണം അവിടെ പട പൊരുതാൻ അല്ലെങ്കിൽ ഈ സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാനും നയനയും ആദർശവും ഒക്കെ അവിടെ ഉള്ളപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തായാലും അനന്തമൂർത്തി മുത്തശ്ശൻ്റെ ആ തീരുമാനം അത് ഓർത്തിട്ടുള്ളൊരു ടെൻഷൻ ഇപ്പം എനിക്ക്, ഇനി ഏത് പെണ്ണിനെ ആയിരിക്കും കൊണ്ടുവരുന്നത് എന്നുള്ളൊരിത്. എന്തായാലും മൂർത്തി മുത്തശ്ശൻ്റെ തീരുമാനങ്ങൾ മാത്രമേ അനന്തപുരിയിൽ നടക്കുകയുള്ളൂ എന്നുള്ളത് എനിക്കും എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ അനിക്ക് വേണ്ടി പെണ്ണാലോചിക്കാൻ വേണ്ടി നയനയും ആദർശം ഇറങ്ങി പുറപ്പെടും. അങ്ങനെ ചന്തുമോളുടെ കാര്യങ്ങളെല്ലാം പുറംലോകം അറിയും, അനാമിക ഇവരെ ദ്രോഹിച്ചത് അറിയും, പിന്നെ പത്രക്കാർ വരും. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് നല്ല കിടിലൻ എപ്പിസോഡുകളുമായിട്ട് നമ്മുടെ വിശേഷങ്ങൾ എത്തുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇതിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.